നമസ്കാരം, വെൽക്കം ബാക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP സെക്കൻഡ് സെമസ്റ്റർ BA AC മലയാളം പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം ഈ പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന KP അപ്പൻ്റെ ലേഖനം T പത്മനാഭൻ്റെ ചെറുകഥകളെക്കുറിച്ചുള്ള പഠനമാണ്. പ്രധാനമായിട്ടും ഗൗരി എന്ന് പറയുന്ന കഥയാണ് ചർച്ചാ വിഷയം. അപ്പോൾ ആ കഥ നമ്മൾ ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. അത് കേട്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ. പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ KP അപ്പൻ. T പത്മനാഭൻ്റെ കഥ വായിക്കുമ്പോൾ പുതിയൊരു ഉന്മേഷത്തെ നാം ആശ്ചര്യത്തോടെ അനുഭവിക്കുന്നു. അങ്ങനെ പത്മനാഭൻ്റെ കഥയെക്കുറിച്ച് പറയാം കേട്ടോ. ഓരോ കഥയും നമ്മുടെ സാഹിത്യത്തിൻ്റെ അനുഭവത്തിൽ പെട്ടിട്ടില്ലാത്ത പുതിയൊരു അനുഭവം കൊണ്ടുവരുന്നു. അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങളാണ് പത്മനാഭൻ്റെ ഓരോ കഥയും നമുക്ക് തരുന്നത്. ചിലപ്പോൾ പത്മനാഭൻ്റെ കഥയിലെ ഉള്ളടക്കം ഒരു സ്ഫുരണം മാത്രമായിരിക്കും. കണ്ടന്റ് എന്ന് പറയാനൊന്നും ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്പാർക്ക് മാത്രമേ ഉണ്ടാവൂ. വില്യം C കൂണിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളടക്കം വളരെ വളരെ ചെറിയതായിത്തീരുന്നു. T പത്മനാഭൻ്റെ മിക്കവാറും കഥകൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ചെറിയ ഉള്ളടക്കം ഉണ്ടാവും, പക്ഷേ നമ്മളെ ആ കഥ അനുഭവിപ്പിക്കും. വനസ്ഥലിയിൽ പത്മനാഭൻ്റെ ഒരു കഥയുടെ പേരാണ് വനസ്ഥലി എന്ന പോലെ ഉള്ളടക്കം സംഗീതത്തോടുള്ള ഒരു താല്പര്യം മാത്രമായി തീരുന്നു. അപ്പോൾ ആ കഥയിലെ ഉള്ളടക്കം സംഗീതത്തോടുള്ള ഒരു താല്പര്യം മാത്രം. പക്ഷേ നമുക്കത് വിശദീകരിച്ച് കഥയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ T പത്മനാഭന് കഴിയുന്നുണ്ടെന്ന് ഇവിടെ KP അപ്പൻ നിരീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഉമ്മർബായി എന്ന കഥയിലെ പോലെ T പത്മനാഭൻ്റെ ഉമ്മർബായി എന്ന കഥയിലെ പോലെ ഒരു മനോഭാവത്തെക്കുറിച്ചുള്ള നിരീക്ഷണമായി തീരുന്നു. കണ്ടന്റ് അത്രയും ഉണ്ടാവും. എന്നിട്ടും ആ കഥകൾ കാവ്യാത്മകമായ ഉൾക്കാഴ്ചകൾ പ്രകടിപ്പിക്കുന്നു. ചെറിയ കണ്ടന്റ് ആണെങ്കിലും ആ കഥകൾ ഒരു കവിത പോലെ നമുക്ക് അനുഭൂതി തരുന്നു എന്നുള്ളതാണ്. ആഖ്യാന ശില്പം ക്ഷേത്രകലയുടെ സൂക്ഷ്മ സുഭഗത മനോഹാരിത പ്രകടിപ്പിക്കുന്നു. വാക്കുകൾ നദിയിൽ ഒഴുകി വരുന്ന വിളക്കുകളായിത്തീരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാട്ടോ. T പത്മനാഭനെക്കുറിച്ച് ആസ്വദിച്ച് കഴിഞ്ഞാലുടൻ വിസ്മരിക്കപ്പെടുന്ന മറന്നുപോകുന്ന കഥ പത്മനാഭൻ എഴുതുന്നില്ല. തൻ്റെ അഭിപ്രായങ്ങൾ അതിവേഗം പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നയാളാണ് പത്മനാഭൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന്. പരസ്യ ജീവിതത്തിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നടിക്കുന്നു. എന്നാൽ കഥ അദ്ദേഹത്തിന് അത്യന്തം വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ അത് സ്വകാര്യമല്ല. കാരണം ആത്മരതിയുടെ വിപത്ത് മനസ്സിലാക്കിയ കലാകാരൻ പത്മനാഭൻ. ഏകാഗികളുടെ കഥ പറയുമ്പോഴും നമ്മുടെ മനസ്സിനെ മാനവികതയുടെ കാവ്യാത്മകമായ വാർത്തകൾ കൊണ്ട് അദ്ദേഹം നിറയ്ക്കുന്നു. പത്മനാഭൻ്റെ കഥകളിൽ സൗന്ദര്യബോധപരമായ ഷാഢ്യങ്ങളൊന്നും തന്നെയില്ല. അത് ശൈലീശാസ്ത്രപരമായ അപഗ്രഥനത്തിനുള്ള ഭൗതിക വസ്തു അല്ല. രൂപകങ്ങളും വിശേഷണങ്ങളും ഒഴിവാക്കുന്ന ഭാഷയാണത്. നിർവഹണത്തിൻ്റെ ലാളിത്യമാണ് പത്മനാഭൻ്റെ കല. മനസ്സിലായോ? പത്മനാഭൻ കഥ എഴുതുമ്പം അത്രത്തോളം ലളിതമായിട്ടാണ് എഴുതുന്നതാണ് ഈ പറഞ്ഞത് കേട്ടോ. എന്നിട്ടും അത് സൗന്ദര്യത്തിൻ്റെ അളവറ്റ ധന്യത തരുന്നു. അത്രയും ലളിതമായിട്ട് എഴുതിയിട്ടും അധികം രൂപകങ്ങളുടെയും ഉപമകളുടെയും ഒന്നും കൈപിടിക്കാതെ, വിശേഷണങ്ങളുടെ ഒന്നും കൈപിടിക്കാതെ നമുക്ക് എഴുതി തന്നിട്ടും എന്ത് ചെയ്യുന്നു? അത് സൗന്ദര്യത്തിൻ്റെ അളവറ്റ ധന്യത തരുന്നു. അത് ബ്യൂട്ടിഫുള്ളാണ് ആ കഥകൾ. ആലങ്കാരിക ഭാഷയുടെ എല്ലാ പൊങ്ങച്ചവും അതിൻ്റെ മുമ്പിൽ മങ്ങിപ്പോകുന്നു. അതുപോലെയുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാതിരുന്നിട്ടും നമുക്ക് നല്ല അനുഭവമായിട്ട് പത്മനാഭൻ്റെ എഴുത്ത് മാറുന്നു. വാക്കുകളല്ല, വാക്കുകളുടെ മേലുള്ള ജീവിതത്തിൻ്റെ ശക്തിയാണ് പത്മനാഭൻ അവതരിപ്പിക്കുന്നത്. അതാണ്, വാക്കുകളല്ല അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കധികം സൗന്ദര്യാത്മകമായിട്ടുള്ള വേണമെന്നൊന്നുമില്ല. ആ വാക്കുകളുടെ മേലെയുള്ള ജീവിതത്തിൻ്റെ ശക്തി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഭാഷയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് അത് അനുഭവവേദ്യമാകും എന്നുള്ളതാണ്. കഥ T പത്മനാഭന് സാംസ്കാരിക വ്യവസായത്തിൻ്റെ ഉൽപ്പന്നമല്ല. അത് അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാണ്. ജീവിതം ഈ എഴുത്തുകാരൻ അനുഭവിക്കുന്ന രീതി കഥയായി പരിണമിക്കുകയാണ് അല്ലേ? ഈ എഴുത്തുകാരൻ എങ്ങനെയാണോ ജീവിതം അനുഭവിക്കുന്നത് അത് അദ്ദേഹം കഥയായിട്ട് എഴുതുകയാണ്. അയാൾ, ഞാൻ എന്നീ രൂപങ്ങൾ നിരന്തരം കടന്നു വരുന്നതിനാൽ കഥകളെല്ലാം ഒരുപോലെയാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. ഓക്കെ, അയാളും ഞാനും ഒക്കെ തന്നെയാണ് എപ്പോഴും കഥാപാത്രം. അതുകൊണ്ട് കഥകളെല്ലാം ഒരുപോലെയാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. പത്മനാഭൻ്റെ കഥകൾ ഒരുപോലെയുള്ള കഥകളല്ല, എന്നാൽ അതൊരു നൈരന്തര്യമാണ്. മനുഷ്യനെയും അവൻ്റെ ലോകത്തെയും കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ ജിജ്ഞാസയാൽ, അറിയാനുള്ള ആഗ്രഹത്താൽ പത്മനാഭൻ്റെ കലാപ്രതിഭ അയാൾ, ഞാൻ എന്നീ രൂപങ്ങളുടെ സാംസ്കാരികമായ സാധ്യത അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു കേട്ടോ. അത്രത്തോളം മനുഷ്യനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ഇവിടെ കഥകൾ അന്തർമുഖ യാത്രകളാകുകയാണ്. ഇതിലൂടെ ഈ ലോകം വളരെയേറെ സങ്കീർണമാണ്, വൈരുദ്ധ്യാത്മകമാണ്, കാവ്യാത്മകമായ ജ്ഞാനം നിറഞ്ഞതാണ് എന്നൊക്കെ പത്മനാഭൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ എന്താ പഠിപ്പിക്കുന്നത്? കഥകൾ വളരെയേറെ, ഈ ലോകം വളരെയേറെ സങ്കീർണമാണെന്നും കോംപ്ലിക്കേറ്റഡ് ആണെന്നും വൈരുദ്ധ്യാത്മകമാണെന്നും കാവ്യാത്മകമായ ജ്ഞാനം നിറഞ്ഞതാണെന്നൊക്കെ പത്മനാഭൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോകമല്ല, നാം നിരീക്ഷിക്കാൻ വിട്ടുപോയ ലോകമാണ് ഈ എഴുത്തുകാരൻ കാണിച്ചു തരുന്നത്. യെസ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കഥ തന്നെയാണ് പറയുന്നത്, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥ. അത് കഥകളിൽ സ്നേഹമായി പരക്കുന്നു. വ്യക്തികളോടും ചില മനോഭാവങ്ങളോടും ജീവികളോടും ശാശ്വതമായ പ്രകൃതി ഘടകങ്ങളോടും സംഗീതത്തോടും കടലിനോടും തനിക്കുള്ള സ്നേഹത്തെ
സ്നേഹത്തെക്കുറിച്ചാണ് പത്മനാഭൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ. പത്മനാഭൻ്റെ വാക്കുകളും അവയുടെ ജ്യോതിസും സ്നേഹത്തെ അനുഭവിക്കുമ്പോൾ സ്നേഹം അടിസ്ഥാനപരമായി സ്നേഹത്തെക്കുറിച്ചുള്ള സ്നേഹമായിത്തീരുന്നു. ഭാവനയെ അങ്ങേയറ്റം സ്വാഭാവികമാക്കി പത്മനാഭൻ രചിച്ച ഗൗരി എന്ന കഥ തരുന്നത് ഈ ഒരു അനുഭവമാണ്. അങ്ങനെ നമ്മൾ ഗൗരിയിലേക്ക് എത്തുകയാണ്. ഗൗരി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടല്ലോ. കമ്പോളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മെച്ചമായ വസ്തു കണ്ടെത്തിയ സന്തോഷമായി ഇവിടെ സ്നേഹം മാറുന്നില്ല. അത് ഒരുപാട് സൗരഭ്യ മാധുര്യങ്ങളുള്ള സ്ത്രീ പുരുഷ ബന്ധമാണ്. സ്നേഹം സംയമനം കൊണ്ട് ആരോഗ്യകരമായി തീർന്ന കാൽപ്പനിക സൗന്ദര്യം ഈ കഥയ്ക്കുണ്ട്. ഒരിക്കൽ പോലും കാൽപ്പനികതയുടെ തേങ്ങുന്ന വാക്കുകൾ ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അത് നല്ലോണം ശ്രദ്ധിക്കുക. അതായത് ഈ റൊമാൻറ്റിസിസത്തിൻ്റെ കലങ്ങിയ വാക്കുകളൊന്നും ആ കഥയിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഡയലോഗ്സ് പകുതിയിൽ നിന്ന് മുറിയാണ്, നമുക്ക് പൂരിപ്പിക്കാൻ തരികയാണ്. അതാ പറഞ്ഞത്, അതാണ് സംയമനം. ഇത്ര വാക്കുകളെ ഉപയോഗിക്കേണ്ടോ എന്നുള്ള ആ ഒരു കൺട്രോൾ എഴുത്തുകാരൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭംഗി അതിനുണ്ട് എന്നാണ് പറയുന്നത്. ഗൗരി എന്ന കഥ ഒരു കാവ്യാനുഭവമാണ്. അതെ, ഗൗരി എന്ന് പറയുന്ന കഥ ഒരു കവിത പോലെയാണ്. അതേസമയം അതൊരു ജ്ഞാനം കൂടിയാണ്, അറിവ് കൂടിയാണ്. കാരണം ഗൗരി സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണ പരിശോധനയാണ്. ഇവിടെ പത്മനാഭൻ്റെ ഭാവന സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ആരന്വേഷിക്കുന്നത്? പത്മനാഭൻ ഈ കഥയിലൂടെ അന്വേഷിക്കുന്നത്. സ്നേഹത്തെ മിഥ്യയിൽ നിന്ന് മോചിപ്പിക്കുന്നു, റിയലാക്കി മാറ്റുന്നു. യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ കഥയിൽ മിഥ്യ അല്ല, റിയലാണ്. കാരണം അവർ ഒന്നിക്കാൻ വിചാരിച്ചു, ഒന്നിച്ചില്ല. എന്നിട്ട് അതിൽ നമുക്ക് എവിടെയും എന്ത് തോന്നുന്നില്ല, ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യം തോന്നുന്നില്ല. എല്ലാം സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തെ ആവിഷ്കരിക്കുമ്പോൾ പത്മനാഭൻ അതിന് കുലീനവും സൗമ്യവുമായ സ്പർശം നൽകുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പത്മനാഭൻ ആശാന്റെ കാവ്യ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. കുമാരനാശാൻ ചെയ്തതുപോലെയാണ് ചെയ്യുന്നത്. കഥയുടെ ആദ്യ ഭാഗം തന്നെ ഈ സ്വഭാവത്തിൻ്റെ സംഗീത പാഠമാണ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പരസ്പരം കാണുകയാണ്. എന്നിട്ട് ആ കഥയിലേക്ക് പോയതാണ് ഗൗരിയിലേക്ക്. ഗൗരി ക്ഷീണിച്ചിരുന്നു, കണ്ണട വെച്ചിരുന്നു. കണ്ണടയോടുകൂടിയ ഗൗരിയെ അയാൾ ആദ്യം കാണുകയായിരുന്നു. അയാൾ അവരെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, എന്തുപറ്റി? ഇതൊക്കെ കഥയുടെ തുടക്കമായതുകൊണ്ട് നമുക്ക് വേഗം പറഞ്ഞു പോകാം. കഥയിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടതാണ്. ഇത് ലളിതമായൊരു അന്വേഷണമാണ്, എന്നാൽ അതിൽ സ്നേഹത്തിൻ്റെ അസ്പഷ്ടമായൊരു നോവ് നാദധാരയായി നിറയുന്നു. പക്വതയുടെ ആവിഷ്കാരമായി മാറുന്ന ഈ അന്വേഷണം, അല്ലേ, എന്ത് പറ്റി? പക്വത മെച്ചുവർഡായിട്ടുള്ളതാണ്. രാഗചേഷ്ടകളെയും രതിവിലാസങ്ങളെയും ഒഴിവാക്കുന്ന സ്ത്രീ പുരുഷ പ്രേമത്തിൻ്റെ പ്രൗഢതയാണ് വെളിപ്പെടുത്തുന്നത്. അതെ, ആ സ്ത്രീ പുരുഷ പ്രണയത്തിൽ എന്താ പറയുക, അനുരാഗം അല്ലെങ്കിൽ കാമം അതിൽ കവിഞ്ഞ് ആ ഒരു മെച്യൂരിറ്റി അല്ലേ എന്ത് പറ്റി എന്നുള്ള ആ ചോദ്യത്തിലുള്ളത്, അല്ലേ? അപ്പോൾ അത്രയും മെച്ചുവർഡായിട്ടുള്ളൊരു പ്രണയമല്ലേ നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. സ്നേഹത്തെ എങ്ങനെ അറിയാൻ കഴിയും? വിജ്ഞാന കോശങ്ങളിലെ സിദ്ധാന്തങ്ങൾ സ്നേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതെ, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക? നമ്മൾ പഠിക്കുന്ന ഒരു ബുക്കിലും സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. സ്നേഹത്തെ നാം അറിയുന്നത് പരസ്പരം സ്നേഹിക്കുന്നവർ കൈമാറുന്ന വാക്കുകളിലൂടെയാണ്, അല്ലേ? ഇതാണ് സ്നേഹം. നമുക്ക് നമ്മുടെ മുമ്പിൽ രൂപമുണ്ടോ? പ്രണയത്തിൻ്റെ ഇളകുന്ന അധരം കൊണ്ട് ഗൗരി എഴുതിയ പദങ്ങളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. കാവ്യഭാഷണങ്ങളിലാണ് സ്നേഹം പുഷ്പിക്കുന്നതെന്ന് റൂസോ പറയുന്നുണ്ട്. ഗൗരിയുടെ കത്തുകളും സംസാരവും കാവ്യഭാഷണങ്ങളാണ്. അതിൽ ഗൗരിയുടെ സംസാരവും കത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഒരു ആർദ്രത ഉണ്ടായിരുന്നില്ലേ? അതിൽ നിറയുന്ന വികാരം സ്നേഹവുമാണ്. നോക്കുക. എന്നിട്ട് ആ കഥയിലുള്ള ചില ഭാഗങ്ങൾ എടുക്കുകയാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നേപ്പാളിൽ തന്നെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരില്ലേ? വരണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ? നേരത്തെ പറഞ്ഞ ഈ ലേഖകൻ നിരീക്ഷിച്ച സംയമനം കണ്ടോ നിങ്ങൾ? പിന്നെ എന്തിനാണ് ഞാൻ? അതിൻ്റെ അപ്പുറത്തോട്ട് ഞാനിതിനാ പിന്നെ വരുന്നതെന്നൊന്നും പറഞ്ഞിട്ട് അലമ്പാക്കിയിട്ടില്ല. അതായത് പിന്നെ എന്തിനാണ് ഞാൻ? ഒരു ആർദ്രതയിൽ അവിടെ നിർത്തി. അതാണ് വാക്കുകളുടെ സംയമനം. അധികമായിട്ട് ഓവറാക്കി ചളാക്കുക എന്ന് പറയില്ലേ, ആ സംഭവം ഇല്ല. എൻ്റെ ഈ ലോകത്തെ പൂർണ്ണമായും മറന്ന് അങ്ങയുടെ കൂടെ ഏതാനും നാളുകൾ കഴിയുവാൻ ധൃതിയായിരിക്കുന്നു. അതേപോലെ ആ കഥയിലെ വേറൊരു ഭാഗം, ഇന്നലെ യാത്രയുടെ ക്ഷീണം ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ ഒപ്പം ആരാണ് ഉണ്ടായിരുന്നതെന്നോ? പറയില്ല, എനിക്കറിയില്ല. ഞാൻ ആകെ മാറിയിരിക്കുന്നു. എൻ്റെ സ്നേഹം മധുരമായ വേദന തന്നെ. അങ്ങ് ഒരിക്കൽ എഴുതിയില്ലേ, വേദനയോടുകൂടി സ്നേഹിക്കുന്നു എന്ന്? എത്ര ശരി, ഞാനിപ്പോഴത് അറിയുന്നു. ധർമ്മസങ്കടങ്ങളുടെ നടുവിലും പേരിടാനാവാത്തൊരാഹ്ലാദം. അങ്ങനെ ആ കഥയിൽ നിന്ന് എടുത്തെടുത്ത് പറയാട്ടോ. നമ്മളോട് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് അങ്ങയെ പിടിച്ചു കൊണ്ടുപോയത് ഞാനായിരുന്നുവല്ലോ. എനിക്കറിയാമായിരുന്നു അങ്ങയുടെ ഉള്ളിലും സ്നേഹമുണ്ടെന്ന്. എനിക്ക് ആ സ്നേഹം വേണമായിരുന്നു, കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനെല്ലാം മറന്ന്. പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ട് എഴുതിയ വരികളാണിവ. അപ്പോൾ ഈ വരികളൊക്കെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ ലേഖകൻ പറയാണ്, പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ട് എഴുതിയ വരികളാണിവ. ഭാവന തന്മയീ ഭാവത്താൽ ടി പത്മനാഭൻ ക്ഷണനേരം അനുഭവിച്ച ഗൗരിയുടെ വികാരങ്ങളാണ് കൈതപ്പൂവിൻ്റെ പരിമളമായി ഈ വരികളിൽ നിറയുന്നത്. അതായത് ഗൗരി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പം പത്മനാഭൻ തന്മയീഭാവം ഇടയ്ക്ക് ഗൗരി ആവുകയാണ്. അപ്പോൾ ആ ഒരു വികാരത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്രയും തീക്ഷ്ണമായ, ആർദ്രമായ, ലോലമായ വരികൾ എഴുതിയിട്ടുണ്ടാവുക. സ്നേഹത്തിൻ്റെ ഈ കാവ്യഭാഷണങ്ങൾ എൻ്റെ ഏകധനം അങ്ങ്
എൻ്റെ ഏകധനം, എൻ്റെ ഒരേ സമ്പാദ്യം എന്താണ്? ഒരേ ഒരു സമ്പാദ്യം നിങ്ങളാണ്. എൻ്റെ ഏകധനം അങ്ങ്, ജീവൻ അങ്ങ്, എൻ്റെ ഭോഗം അതും എൻ്റെ മോക്ഷവും, എൻ്റെ എല്ലാം നിങ്ങൾ തന്നെ. എൻ്റെ ഈശ ദൃഢമീ പദാംബുജത്തിൻ്റെ സീമ, ഇത് പോകിലില്ല ഞാൻ എന്ന നളിനിയുടെ ആത്മസമർപ്പണ ഗാനത്തെയോ, അതായത് വേറെ കവിത എടുത്തിട്ട് പഠിക്കും കേട്ടോ, കുമാരനാശാൻ്റെ ആത്മസമർപ്പണ ഗാനത്തെയോ ലീലാകാവ്യത്തിലെ വരിക, അതായത് ലീല കുമാരനാശാൻ്റെ തന്നെ ലീല വരിക ഹൃദയനാഥ എന്ന് തുടങ്ങുന്ന അത്യന്തം ഹൃദയഹാരിയായ പ്രണയഗാനത്തെയോ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈ നമ്മുടെ ലേഖകൻ ഈ ഗൗരി എന്ന് പറയുന്ന കഥയെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ലേ, അപ്പോൾ അതിലെ സ്നേഹം ഈ കുമാരനാശാൻ്റെ കൃതികളുമായി ബന്ധമുണ്ട്, അതിലുള്ള സ്നേഹവുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയാണ്. ആശാൻ്റെ കാവ്യങ്ങൾ പത്മനാഭൻ്റെ കഥയിൽ പ്രകടമായ സാന്നിധ്യമില്ല, ഭയങ്കര ഡയറക്റ്റ് ആയിട്ടില്ല. എന്നാൽ ആശാൻ്റെ പ്രേമസങ്കല്പം നമ്മുടെ കാവ്യ സംസ്കാരത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. അതിനാൽ നളിനിയും ലീലയും നമുക്ക് സ്നേഹത്തിൻ്റെ സ്മൃതി രൂപങ്ങളാണ് അല്ലേ. നളിനിയിൽ കുമാരനാശാൻ അവതരിപ്പിക്കുന്ന സ്നേഹം, ലീലയിൽ കുമാരനാശാൻ അനുഭവിപ്പിക്കുന്ന സ്നേഹം, ഇതൊക്കെ ഈ പത്മനാഭൻ്റെ ഗൗരിയിൽ ഡയറക്റ്റ് വന്നിട്ടില്ലെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ അതൊക്കെ മുഴങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥയിലും കാണാമെന്നുള്ളതാണ്. ആ സ്നേഹസങ്കല്പം മലയാളിക്ക് സനാതനമായ ആശയമാണ്. മനസ്സിൽ ഈ വിധം ഒരു സ്നേഹസങ്കല്പം ജനിച്ചപ്പോൾ ആശാൻ്റെ കാവ്യ സംസ്കാരം ബോധമനസ്സിൻ്റെ സമ്മതം കൂടാതെ പത്മനാഭൻ എന്ന കലാകാരൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കണ്ടോ, അതായത് ഡയറക്റ്റ് കുമാരനാശാൻ്റെ കവിത അതുപോലെയൊന്നും ഗൗരിയിലില്ല, പത്മനാഭൻ്റെ കഥയിലില്ല. പക്ഷേ കുമാരനാശാനെയൊക്കെ വായിച്ച് ശീലിച്ച പത്മനാഭനിൽ ആ കുമാരനാശാൻ അവതരിപ്പിക്കുന്ന സ്നേഹസങ്കല്പം പതിഞ്ഞിരിക്കാം. അതും അദ്ദേഹം പോലും അറിയാതെ, എഴുതുന്ന പത്മനാഭൻ പോലും അറിയാതെ ബോധത്തിൻ്റെ അപ്പുറം ഉപബോധ മനസ്സ് ഈ കഥയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഗൗരിയിലെ പ്രണയഭാവന ആശാൻ്റെ നളിനിയിലേക്കും ലീലയിലേക്കും ആന്തരിക യാത്ര നടത്തുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്, പാഠാന്തര ബന്ധമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആശാൻ്റെ പ്രേമഭാവന ഒരു സമാന സന്ദർഭത്തിൽ സൗന്ദര്യമുള്ളൊരു ബാധയായി പത്മനാഭനിൽ ആവേശിക്കുകയായിരുന്നു. സ്വത്വവികാസത്തിൻ്റെ അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിലാണ് ഈ കഥയുടെ നിർമ്മാണവേളയിൽ പത്മനാഭൻ്റെ മനസ്സ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഗൗരിയിലൂടെ കാവ്യാനുഭവത്തിൻ്റെ ഏറ്റവും സമ്പന്നമായൊരു ഭൂതകാലം ഭാവിയിലേക്ക് ചലിക്കുന്നു. മനസ്സിലായോ? ഗൗരിയിലൂടെ കാവ്യാനുഭവത്തിൻ്റെ ഏറ്റവും സമ്പന്നമായൊരു ഭൂതകാലം ഭാവിയിലേക്ക് ചലിക്കുന്നു. അങ്ങനെ കുമാരനാശാൻ്റെ ആ രചനയുമായിട്ട് ഗൗരിക്ക് ടച്ച് വരുമ്പം ഈ ഗൗരിയിലൂടെ അത് ഭൂതകാലത്തിലേക്കല്ലേ പോകുന്നത്. ഇതൊരു ജീനിയസ് തൻ്റെ കലയിൽ സൃഷ്ടിക്കുന്ന സമ്പന്നമായൊരു ഭൂതകാലത്തിൻ്റെ ഭാവിയാണ്. ഓക്കെ, പിന്നീട് ഇത് വായിക്കുന്ന ആൾക്കാരിലൊക്കെ ആ പഴയതിൻ്റെ ഓർമ്മ എത്തുമല്ലോ, അനുഭവം എത്തുമല്ലോ. ആശാൻ്റെ പ്രേമഭാവന നിർമ്മാണവേളയിൽ കാളിദാസൻ്റെ ലാവണ്യ ചേതനയെ ദൈവപ്രീതിയായി സ്വീകരിച്ചതുപോലെ സ്വതന്ത്ര വികാരങ്ങളുടെ ശില്പമായ ഗൗരിയുടെ നിർമ്മാണവേളയിൽ പത്മനാഭൻ അബോധപരമായി ആശാൻ്റെ കാവ്യസംസ്കാരത്തെ സ്വീകരിക്കുകയായിരുന്നു. ഗൗരി എഴുതിയപ്പോൾ പത്മനാഭൻ വർത്തമാനകാലത്തിലെ കഥാകാരനും ഭൂതകാലത്തിലെ കവിയുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഗൗരി ഇനിയിപ്പം ഭാവി കാലത്തെ ആൾക്കാർ വായിക്കുമ്പോഴത്തേക്ക് അവരിലേക്ക് ഇത് എഴുതുന്ന സമയത്തിനേക്കാളും ഭൂതകാലത്തിലുള്ള കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പമൊക്കെ പകരുന്നു എന്ന്. അപ്പം ഭൂതത്തെ ഭാവിയിലേക്ക് കൊണ്ടുപോവാണ് ഇതിലൂടെ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ഗൗരിയുടെ കത്തുകളിൽ അയാളുടെ രൂപം തെളിയുന്നു, അത് സ്നേഹത്തിൻ്റെ രൂപമായി മാറുന്നു. പരോക്ഷമായി ഗൗരി വാക്കുകൾ കൊണ്ട് അയാളുടെ ചിത്രം എഴുതുകയായിരുന്നു. അത് ഏകാന്തതയിൽ രാധ കസ്തൂരി കൊണ്ട് കാർവർണൻ്റെ ചിത്രം എഴുതിയതുപോലെയായിരുന്നു. അങ്ങനെ പുരാണമായിട്ടും കണക്ട് ചെയ്യാണ് ഈ കഥയെ. ഗൗരിയിലെ സ്ത്രീ പുരുഷ പ്രേമം വിഷയാസക്തിയുടെ ഭാഗമല്ല, എന്നാൽ അതിൽ സ്വാഭാവികമായ രതിഭാവത്തിൻ്റെ അബോധ കവിതയുണ്ട്. ഗൗരി എഴുതുകയാണ്: ഇന്നലെ യാത്രയുടെ ക്ഷീണം ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ ഒപ്പം ആരാണുണ്ടായിരുന്നതെന്നോ പറയില്ല, എനിക്കറിയില്ല. ഞാൻ ആകെ മാറിയിരിക്കുന്നു. നായികയുടെ ലജ്ജ, സ്മിത ഭാഷണം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരം, നേത്ര നിമീലനം എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ കുന്തളം അഴിയൽ, മുടിയഴിച്ചിടൽ, ആലസ്യം എന്നിവ പോലും പ്രണയത്തെക്കുറിച്ചുള്ള ഈ സരസ ഗീതത്തിൽ വാക്കുകളുടെ അർത്ഥത്തെ അതിശയിച്ച് നിൽക്കുന്ന അർത്ഥവിശേഷണങ്ങളായി നിറയുന്നു. എന്നാൽ സംയമനത്തിൻ്റെ കലാകാരനായ പത്മനാഭൻ ഇതൊന്നും തുറന്നെഴുതുന്നില്ല. കണ്ടോ, അതായത് ഇവരിങ്ങനെ ഇത്രയും സംയമനം പാലിച്ചിട്ടുള്ള പ്രണയം പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയപാരവശ്യം കാര്യങ്ങളും ഒക്കെ രതിയൊക്കെ ഉണ്ട്. പക്ഷേ സംയമനത്തിൻ്റെ കലാകാരനായ ടി പത്മനാഭൻ എന്ത് ചെയ്യുന്നില്ല, അത്ര തുറന്നേടുന്നില്ല. ഈ അനുഭവങ്ങളെ ഭാഷയുടെ അബോധത്തിലേക്ക് തള്ളിക്കൊണ്ട് സംയമനത്തിൻ്റെ ആഖ്യാന സ്വരത്തിൽ പ്രണയത്തിൻ്റെ രഹസ്യ കവിത രചിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. ബുദ്ധിയുടെയും സുഭഗമായ അഭിരുചിയുടെയും സ്പർശം ഏൽക്കുമ്പോൾ ഈ അർത്ഥവിശേഷങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ആ കഥ സംയമനത്തോടെ എഴുതുമ്പം അതിലുള്ള ആ വികാരങ്ങൾ പൂർണ്ണമായും അങ്ങ് എഴുതിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ കഥയിലുള്ള ഓരോ വാക്കിൻ്റെയും ഉള്ളിൽ ആ ആശയങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സ്നേഹത്തെക്കുറിച്ചുള്ള പ്രാഥമിക യാഥാർത്ഥ്യമല്ല ഗൗരിയിലുള്ളത്. സ്നേഹത്തെക്കുറിച്ചുള്ള പ്രൈമറി റിയാലിറ്റി അല്ല എവിടെയുള്ളത്, ഗൗരിയിലുള്ളത്. അത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അന്തർമുഖ ചർച്ചയാണ് കേട്ടോ.
കഥയുടെ രൂപത്തിൽ ആവിഷ്കരിക്കുന്ന ഈ അന്തർമുഖ ചർച്ചയിൽ മരണവും കടന്നു വരുന്നുണ്ട്. ഏറ്റവും മികച്ച സ്നേഹകാവ്യങ്ങളിലെല്ലാം സ്നേഹവും മരണവും കാട്ടുപക്ഷികളെ കണക്കി ഇണചേരാറുണ്ട് അല്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മരണവും വരാറുണ്ട്. മനുഷ്യബുദ്ധി ഉപയോഗിച്ച് പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ അവയ്ക്ക് തമ്മിലുണ്ട്. ആർക്ക്? സ്നേഹത്തിനും മരണത്തിനും ഒക്കെ. ബോധമനസ്സിനോ ഉപബോധ മനസ്സിനോ താഴെയുള്ള ഒരു തലത്തിൽ നിന്ന് ഉണരുന്ന അനുഭവമാണിത്. തീക്ഷ്ണമായ രചനകളിൽ ഈ അനുഭൂതി ആശയമായി തീരുന്നു, അല്ലെങ്കിൽ ചിത്രകൽപ്പനയായി മാറുന്നു. പത്മനാഭന്റെ ഗൗരി ഇത്തരമൊരു തീക്ഷ്ണ രചനയാണ്. മരണത്തിന്റെ സാന്നിധ്യത്തിലാണ് സ്നേഹം അതിന്റെ അഗാധതയെ പ്രസ്താവിക്കുന്നതെന്ന് ഇത്തരം കാവ്യങ്ങൾ പറഞ്ഞു തരുന്നു. മരണത്തിലേക്ക് എത്തുമ്പോഴാണ് സ്നേഹം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതെന്നൊക്കെ പറയുന്ന സങ്കല്പം. ആശാന്റെ പ്രധാന കാവ്യങ്ങളിൽ മരണത്തിന്റെ കൈകളിലേക്ക് സ്നേഹം ചായുന്നത്, അത് ആശാന്റെ കവിതകളിലും കാണാം ആ മരണത്തിന്റെ സാന്നിധ്യം നാം വായിക്കുന്നു. അപ്പോൾ അത്രത്തോളം കുമാരനാശാൻ ടി പത്മനാഭനെ ഈ കഥയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളിലും ആ സ്നേഹത്തിൻ്റെ കൂടെ മരണം കാണാം, ഇതിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിൽ സ്നേഹം വിങ്ങുന്ന അനുഭവമായപ്പോൾ റോമിയോ കല്ലറയുടെ അടിത്തട്ടിൽ മരിച്ചു കിടക്കുന്നതായി ജൂലിയറ്റിന് തോന്നുന്നു. അത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതായത് മനസ്സിൽ സ്നേഹം വിങ്ങുന്ന അനുഭവമായപ്പോൾ റോമിയോ കല്ലറയുടെ അടിത്തട്ടിൽ മരിച്ചു കിടക്കുന്നതായി ജൂലിയറ്റിന് തോന്നുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം വരുമ്പോൾ, അത് പ്രണയം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരുപാട് അടുപ്പം വരുന്ന സമയത്ത് എന്താ പറയുക, ഒരുപാട് അങ്ങ് അടുത്ത് പോകുമ്പം അവർ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ചിന്തകളും അതുപോലെ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കടന്നു വരാറില്ലേ? അപ്പോൾ ആ സ്നേഹത്തിനും മരണത്തിനും ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിൽ സ്നേഹം വിങ്ങുന്ന അനുഭവമായപ്പോൾ റോമിയോ കല്ലറയുടെ അടിത്തട്ടിൽ മരിച്ചു കിടക്കുന്നതായി ജൂലിയറ്റിന് തോന്നുന്നു. അപ്പോൾ അത് ആശാന്റെ കവിതകളിലും കാണാം. ഇപ്പം ഗൗരിയിലും അതിൻ്റെ ടച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ജീവിതത്തെ സ്നേഹിക്കയാൽ അത്ര തന്നെ മരണത്തെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് ടാഗോറിൻ്റെ യൗവാത്മക സ്വരം പാടുന്നു. ഇത് കാൽപ്പനിക കാവ്യങ്ങൾക്ക് മാത്രം നീക്കി വെച്ചിരിക്കുന്ന ക്ഷണമല്ല, മിസ്റ്റിക് ഭാവനയുടെ മാത്രം സ്വഭാവവുമല്ല. മികച്ച ഏത് ഭാവനയും സ്നേഹത്തെ മരണത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നു. അത് തമ്മിലുള്ള കണക്ഷനാണ് സ്നേഹവും മരണവും. ജീവിതത്തിലുള്ള മരണ പ്രവർത്തനം പവിത്രമായൊരു ഭീതിയിലൂടെ അത് കാണിച്ചു തരുന്നു. ജീവിതത്തിലുള്ള മരണത്തിൻ്റെ പ്രവർത്തനം പവിത്രമായൊരു ഭീതിയിലൂടെ അത് കാണിച്ചു തരുന്നു. ഗൗരിയിൽ ഇങ്ങനെ ഒരു ദൃശ്യം ദാർശനികമായ വ്യാകുലാവസ്ഥയുടെ പ്രാതിനിധ്യം പോലെ പത്മനാഭൻ വരച്ചിടുന്നു. അപ്പോൾ പരമ്പരാഗത രചനകളിലൊക്കെയുള്ള സ്നേഹവും മരണവും തമ്മിലുള്ള ബന്ധം ഇവിടെ ഗൗരിയിലുണ്ട് എന്നാണ് ലേഖകൻ നിരീക്ഷിക്കുന്നത്. എന്നിട്ട് ഗൗരിയിലുള്ള ഒരു ഭാഗം പറയാണ്: ബാഗ്മതിയുടെ കരയിലെ ചിതകളിൽ ശവങ്ങൾ എരിയുന്നുണ്ടായിരുന്നു. മുക്കാലും കത്തിത്തീരാറായ ശവങ്ങൾ, കത്തിപ്പാതിയായ ശവങ്ങൾ, തീപിടിച്ചു തുടങ്ങിയ ശവങ്ങൾ, തങ്ങളുടെ ഊഴവും കാത്ത് നദിക്കരയിൽ വിറങ്ങലിച്ച് കിടക്കുന്ന ശവങ്ങൾ. അതെല്ലാം കണ്ടവർ മൂകരായി നിന്നു. ഒരു ഘട്ടത്തിൽ വാ പോകാം എന്നയാൾ പറഞ്ഞപ്പോൾ ഗൗരി സമ്മതിച്ചില്ല. ഗൗരിയുടെ കണ്ണുകൾ പൂർണ്ണമായും ചിതകളിലായിരുന്നു. ചിതകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടെരിഞ്ഞു. അങ്ങനെ ഒരു ഭാഗം ഗൗരിയിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? എന്തുകൊണ്ടാണ് പത്മനാഭൻ സ്നേഹത്തിൻ്റെ കാഴ്ചയിലേക്ക് ഇങ്ങനെയൊരു ചിത്രം കൊണ്ടുവരുന്നത്? അവരുടെ പ്രണയരംഗത്തിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനൊരു ചിത്രം, ശവമെരിയുന്ന ചിത്രം കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് സ്നേഹത്തിന് മേൽ വീഴുന്ന മരണത്തിൻ്റെ അംഗീകാര മുദ്ര പോലെ ഇങ്ങനെയൊരു വിവരണം കഥയിൽ അനിവാര്യമാക്കി തീർത്തത്? അപ്പോൾ ഇതൊക്കെ കുമാരനാശാനും പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ്സിലൊക്കെ വന്നതുപോലെ തന്നെ പ്രണയവും മരണവും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളതല്ലേ പറഞ്ഞു വരുന്നതൊക്കെ. അതുകൊണ്ട് അതെന്നല്ലേ ഈ ഗൗരിയിൽ ഇപ്പം കണ്ടിട്ടുള്ളതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മരണം എന്ന പ്രമേയത്തെ കഥയുടെ മുഖ്യധാരയിലേക്ക് അദ്ദേഹം ആവാഹിച്ചത് ടി പത്മനാഭൻ ഗൗരിയിൽ? സൃഷ്ടിയുടെ രഹസ്യം പൊടുന്നനെ കണ്ടുപിടിക്കപ്പെടുന്നില്ല, എന്നാൽ അതുവരെയുള്ള കഥയുടെ അനുഭവത്തെ ഈ വിവരണം മാറ്റിമറിക്കുന്നു. ഈ ദൃശ്യത്തോടെ സ്നേഹത്തെ മുമ്പ് കണ്ടിരുന്നത് പോലെ നാം കാണുന്നില്ല. അത് സംസാരിക്കുന്ന ദൃശ്യമാണ്. ഒരു സ്നേഹം മരണവുമായി നടത്തുന്ന അന്തർമുഖ ചർച്ചയായി വളരുന്നു. അത് സ്നേഹം മരണവുമായി നടത്തുന്ന അന്തർമുഖ ചർച്ചയായി വളരുന്നു. അത് പത്മനാഭൻ സൃഷ്ടിക്കുന്ന കാവ്യാത്മകമായ ജ്ഞാനമാണ്. ഈ ജ്ഞാനം ഉപരിപ്ലവമായ പ്രസാദാത്മകത്വത്തിനുള്ള സാധ്യതയെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തുരങ്കം വെക്കുന്നു. ശരീരനാശത്തെക്കുറിച്ചുള്ള തത്വജ്ഞാനം പഠിപ്പിക്കുന്നത് പോലെ ചിതകൾ ശബ്ദത്തോടെ കത്തിയെരിയുകയായിരുന്നു. ആ ദൃശ്യത്തിൻ്റെ ദാർശനികമായ ആകുലത കത്തിയെരിയുന്ന ചിതകളെ അധ്യാത്മ വിദ്യാലയമായി കാണാനുള്ള പ്രേരണയായിത്തീരുന്നു. ചിതകൾ മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പവിത്രമായൊരു ഭീതി ഗൗരിക്ക് നൽകിയിരിക്കണം. വാസ്തവത്തിൽ ശബ്ദത്തോടെ കത്തിയെരിയുന്ന ആ ചിതകൾ ആശാൻ കവിതയുടെ സവിധത്തിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരേതിഹാസത്തിൻ്റെ ചരമസ്കന്ധത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിതകൾ കാണുമ്പോൾ എന്താണ്, ആശാൻ കവിതയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ആ മരണം എന്നുള്ള ബോധത്തെ കാണിക്കുകയായിരുന്നു. പ്രണയം തീക്ഷ്ണമായിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് കൊടുക്കുകയായിരുന്നു, ഈ ഗൗരിക്കും അയാൾക്കും. അങ്ങനെ ആ ദൃശ്യം അവർക്ക് ഒരു തത്വജ്ഞാന പാഠശാലയായിത്തീരുന്നു അല്ലേ? ഒരു തത്വജ്ഞാന വിദ്യാലയമായിട്ടത് മാറുന്നു. പ്രേമത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ നേർക്കുള്ള ഒരു രാഗശൂന്യതയുടെ, വൈരാഗ്യത്തിൻ്റെ ആശയം ദയാരഹിതമായ ഒരു അനാസക്തിയോടെ പത്മനാഭൻ കടത്തിവിടുന്നു. കണ്ടോ, അവർ പ്രണയത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന സമയത്താണ് മരണം എന്ന് പറയുന്ന സത്യത്തിൻ്റെ ആശയം അവരിലേക്ക്
കടത്തിവിടുന്നത് ആ ചിത കാണുന്നതോടുകൂടി. അങ്ങനെ ചെയ്തുകൊണ്ട് ഏത് വലിയ കലാകാരനെയും പോലെ പത്മനാഭനും ഗൗരിയിലെ പ്രേമസങ്കല്പത്തെ തരള കാൽപ്പനികതയുടെ തലങ്ങളിൽ നിന്ന് ദാർശനിക ഗൗരവത്തിന്റെ ഉച്ചസ്ഥാനത്തേക്ക് ഉയർത്തുന്നു. അതായത് റൊമാൻറ്റിസിസത്തിൽ നിന്ന് മാറിയിട്ട് ആ ഒരു ദാർശനിക ഭാവത്തിലേക്ക്, ഈ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്കൊക്കെ ആ ഒരു പിക്ചറിലൂടെ നമ്മുടെ പത്മനാഭൻ കൊണ്ടുപോവുകയാണ് ഗൗരിയിലെ പ്രേമസങ്കല്പത്തെ. ഓക്കെ, മൃത്യുദർശനത്തിൻ്റെ മരണദർശനത്തിൻ്റെ അഗ്നിയിലിട്ട് തീയിലിട്ട് നീറ്റി പ്രേമത്തെ പരിശുദ്ധമാക്കുന്ന കലയാണിത്. കാരണം എല്ലാ പ്രതാപവും ശരീര സൗന്ദര്യവും ഇഷ്ടവ്യക്തികളും നഷ്ടമാകുമെന്ന ജ്ഞാനം ചിതകളുടെ സാന്നിധ്യം അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം അല്ലേ. എത്ര പ്രേമിച്ചാലും ഒരിക്കൽ നഷ്ടപ്പെടും എന്നുള്ളത് ആ ചിതകളുടെ സാന്നിധ്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ചിതകൾ അവർക്ക് തത്വജ്ഞാന പാഠശാലയാണ്. എല്ലാം നഷ്ടപ്പെടും എന്ന് പറയുന്ന ആ തത്വം പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠശാല തന്നെയാണ് ചിതകൾ. ഇതൊരു ആശാന അനുഭവമാണ്. രചനയുടെ വേളയിൽ തൻ്റെ കഥയുടെ ചുറ്റിപ്പിണയുന്ന ആന്തരിക ഘടനയിലേക്ക് ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്ന കുമാരനാശാന്റെ ദർശനത്തെ അനുഭവങ്ങളുടെ തത്വചിന്തകനായ പത്മനാഭൻ അബോധപരമായി സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ കുമാരനാശാനും ഇതിൻ്റെ ആളായിരുന്നു. ഈ തത്വജ്ഞാന ദർശനമൊക്കെ പിന്നെ കവിതയിലൂടെ അവതരിപ്പിച്ചിരുന്നു. അപ്പം ബോധപൂർവം ഡി പത്മനാഭൻ അത് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കുമാരനാശാനെയൊക്കെ ഒരുപാട് വായിച്ച അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അബോധത്തിലേക്ക് ഈ ചിന്ത കടക്കുകയും അങ്ങനെയായിരിക്കാം ആ പ്രണയത്തിൻ്റെ ഇടയിൽ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഭാഗങ്ങൾ കൊടുത്തിട്ടും ഉണ്ടാവും കേട്ടോ. ഒരു മികച്ച, അതായത് ഈ ബോധവും അബോധവും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ബോധത്തോടെ കുമാരനാശാന്റെ കവിത ിലുള്ള സങ്കല്പമൊന്നും വിചാരിച്ചെഴുതായിരിക്കില്ല അദ്ദേഹം. പക്ഷേ കുട്ടിക്കാലം മുതലേ വായിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആശയമായിട്ട് നിൽക്കുമല്ലോ. അങ്ങനെ കുമാരനാശാൻ സ്വാധീനിച്ചിട്ടുണ്ടാവും ഡി പത്മനാഭനെ. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അത് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒരു മികച്ച കലാസൃഷ്ടി നിർമ്മാണത്തിൻ്റെ അഭിഷേക സന്ദർഭങ്ങളിൽ അതിനെ ആത്മീയതയിലേക്ക് സ്വയം വശീകരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ തെളിവാണിത്. ഒരു മികച്ച കലാസൃഷ്ടി നിർമ്മാണത്തിൻ്റെ അഭിഷേക സന്ദർഭങ്ങളിൽ അതിനെ ആത്മീയതയിലേക്ക് സ്വയം വശീകരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ തെളിവാണിത്. വേറെയും ചില അർത്ഥങ്ങൾ ചിതകൾ പ്രത്യക്ഷമാക്കുന്നു. ചിതകൾ ഇത് മാത്രമല്ല, ഈ തത്വജ്ഞാന പഠനം മാത്രമല്ല പറയുന്നത്, വേറെയും ചില അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷമാക്കുന്നുണ്ട്. ശ്മശാന ഭസ്മം ദേഹത്ത് വാരിപ്പൂശുന്ന ശിവന് ചിതകളോടും ചുടുകാടിനോടും ആഭിമുഖ്യമുണ്ട്. ഈ ആഭിമുഖ്യത്തിൻ്റെ ദിവ്യ പരാഗസ്പർശത്തിലായിരിക്കണം ആശാനും പത്മനാഭനും അവരുടെ രചനകളിൽ ചിതകളുടെ ചിത്രങ്ങൾ വരച്ചിടുന്നത്. സ്നേഹത്തിന്റെ സ്ഥിതാവസ്ഥയിൽ സംഹാരത്തിന്റെ, മരണത്തിന്റെ ചിത്രം കാണിച്ചു തരുന്ന ഇവരുടെ ഭാവനയിൽ ശിവസൃഷ്ടിയായ ജ്ഞാനം കലരുകയാണ് കേട്ടോ. സ്നേഹം പറയുമ്പം മരണമായിട്ട് കണക്ട് ചെയ്തിട്ട് ശ്രീപാർവതിയുടെ പര്യായമായ ഗൗരി, അതും ശ്രദ്ധിക്കണം. ശിവനെക്കുറിച്ച് പറയുമ്പം ഈ കഥയുടെ പേര് ഗൗരി, പ്രധാന കഥാപാത്രം ഗൗരി. ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയുടെ പര്യായമാണ്. ശ്രീപാർവതിയുടെ പര്യായമായ ഗൗരി എന്ന പേര് പോലും ശിവസൃഷ്ടിയായ ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കുമാരനാശാൻ പ്രധാന കാവ്യങ്ങളിലൂടെ തൻ്റെ ശൈവ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞതുപോലെ പത്മനാഭൻ ഗൗരിയിലൂടെ തൻ്റെ ശൈവ വ്യക്തിത്വത്തെ, ശിവനുമായി ബന്ധപ്പെട്ട ജ്ഞാനത്തെയൊക്കെ തിരിച്ചറിയുന്നു. അങ്ങനെ തൻ്റെ കഥയിൽ ഭൂതകാലത്തിൻ്റെ ഭാവിയെ പത്മനാഭൻ വീണ്ടും സൃഷ്ടിക്കുന്നു. ഇതാണ് ഒരു കലാകാരൻ ചെയ്യുന്ന പാരമ്പര്യത്തിൻ്റെ നവീകരണം. യെസ്, പാരമ്പര്യത്തിനെ പുതുക്കി. ഇതിലൂടെ ഒരു ജീനിയസിൻ്റെ കല അബോധപരമായി പ്രകടിപ്പിക്കുന്ന സാംസ്കാരിക ദൗത്യമാണിത്. ഗൗരി എഴുതിയപ്പോൾ പത്മനാഭൻ കവിയുടെയും കഥാകാരൻ്റെയും ഇരട്ട വ്യക്തിത്വമാണ് പ്രകടിപ്പിച്ചത്. അതിനാൽ ഈ കഥയ്ക്ക് ആശാന്റെ കാലത്തിൻ്റെ പാരമ്പര്യമുണ്ട്, പത്മനാഭൻ്റെ കാലത്തിൻ്റെ പുതുമയുണ്ട് എന്ന് പറയാണ് കേട്ടോ. ആ ആശയം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുമാരനാശാന്റെ കാലത്തിൻ്റെ പാരമ്പര്യമുണ്ട്, എന്നാൽ പത്മനാഭൻ്റെ കാലത്തിൻ്റെ പുതുമയുണ്ട്. ഗൗരി എന്ന കഥ സ്നേഹം എന്ന വികാരത്തെ അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓഫ് കോഴ്സ് ടി പത്മനാഭൻ ഭാവന ചെയ്യുമ്പോൾ സംഭവങ്ങൾ ചുരുണ്ടുകൂടുന്ന ഒരു കാലരേഖയിലേക്ക്, ഒരു ടൈം ലൈനിലേക്ക് ആവാഹിക്കപ്പെടുന്നത് കാണാം. ഗൗരി വായിക്കുമ്പോൾ നാം വർത്തമാനകാലത്തെ അറിയുന്നു. വർത്തമാനകാലത്തെ തള്ളിത്തുറന്ന് അതിൽ പ്രവേശിക്കുന്ന ഓർമ്മകൾ എന്ന ഭൂതകാലത്ത് നമ്മൾ അറിയുന്നുണ്ട്. ഓർമ്മകൾക്കുള്ളിലെ ഓർമ്മകൾ എന്തെന്നറിയുന്നു. പറയാത്ത സ്വഗതാഖ്യാനത്തിൻ്റെ നിശബ്ദമായ ആത്മഗതങ്ങളുടെയും നമ്മളോട് തന്നെ പറയുന്ന നിമിഷങ്ങളിലേക്ക് രചന നീങ്ങുന്നതിൻ്റെ സൗന്ദര്യം എന്തെന്നറിയുന്നു. ഓക്കെ, ആ രീതിയിലുള്ള ഒരു അനുഭവിപ്പിക്കലാണ്, ഒരു ബോധത്തിലൂടെയുള്ള ഒരു കടന്നുപോക്കൊക്കെയാണ് പലപ്പോഴും ഗൗരി എന്ന് പറയുന്ന കഥ. ഈ പറഞ്ഞവയെല്ലാം അപഗ്രഥിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു കിട്ടുന്ന ഘടകങ്ങളാണ് അല്ലേ. അതായത് ഈ പറഞ്ഞതൊക്കെ ഒറ്റ വായന മേലെക്കൂടെ വായിക്കുമ്പം കിട്ടില്ല. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അപഗ്രഥനാത്മകമായിട്ട് വായിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. കഥയെ വളരെയധികം സങ്കീർണമാക്കാവുന്ന ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ദുർഗ്രഹത കൊണ്ട് പത്മനാഭൻ്റെ കഥ അതാര്യമാകുന്നില്ല. എല്ലാവിധ അവ്യവസ്ഥയെയും ആഖ്യാന സ്വരത്തിൻ്റെ ലാളിത്യത്താൽ ഒരു നിശ്ചിത ഘടനയിലേക്ക് കൊണ്ടുവരുന്ന കലയാണ് പത്മനാഭൻ്റേത്. യെസ്, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ട്രക്ചറിലേക്ക് ഈ പറഞ്ഞ ദർശനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവിധ വൈരുദ്ധ്യങ്ങളെയും ഉഴുതുമറിച്ചവയെ പത്മനാഭൻ്റെ ആഖ്യാന രീതി ഒരു ലയത്തിലെത്തിക്കുന്നുണ്ട്. പത്മനാഭൻ എഴുതുമ്പോൾ വികാരങ്ങളുടെ ആന്തരികതയിൽ ഒരു സംഗീതം എത്തിച്ചേരുകയാണ്. എല്ലാവിധ വൈരുദ്ധ്യങ്ങളെയും അവസ്ഥകളെയും വിപരീതങ്ങളെയും സൗമ്യമായി ശാന്തമാക്കുന്ന സംഗീതമാണത്. ഉന്മാദിനിയെപ്പോലെ അലറിപ്പാഞ്ഞു വരുന്ന ബാഗ്മതി അവിടെ ശാന്തയായിരുന്നു, ആ നദി.
എന്ന കൽപ്പനയിലൂടെ മുദ്രാലങ്കാര രീതിയിൽ എല്ലാവിധ ബാഹ്യ സംഘർഷങ്ങളെയും സൗമ്യമായി ശാന്തമാക്കുന്ന തൻ്റെ ആഖ്യാന രീതിയുടെ സ്വഭാവം വ്യക്തമാക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത് എന്നുള്ളത് ലേഖകൻ ഇവിടെ നിരീക്ഷിക്കുകയാണ്. ആ മാർഗം ലളിതമാണ്. അങ്ങനെ നിർവഹണത്തിൻ്റെ ലാളിത്യം കൊണ്ട് കഥ രാഗാലാപനത്തിൻ്റെ സുഖത്തിൽ ഒഴുകുന്നു. വാക്കുകളിൽ നിന്ന് ലാളിത്യത്തിൻ്റെ അനുഗ്രഹം ചോർത്തിയെടുത്തുകൊണ്ടാണ് പത്മനാഭൻ ഇത് സാധിക്കുന്നത്. ചുരുക്കത്തിൽ പ്രണയത്തിൻ്റെ, അപ്പം അദ്ദേഹം ലളിതമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പ്രണയത്തിൻ്റെ ആർദ്ര ചലനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെയും പ്രബലമായ കാവ്യ സംസ്കാരത്തിൻ്റെയും ആശയങ്ങളെ ടി പത്മനാഭൻ സംഗീതത്തിൽ എന്ന പോലെ പരസ്പരം ലയിപ്പിക്കുന്നു. ഗൗരി എന്ന കഥയിൽ ഈ അനുഭവങ്ങൾ നാം ആശ്ചര്യത്തോടെ ആസ്വദിക്കുകയാണ് എന്ന് പറയുന്നിടത്താണ് ഈ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ. പത്മനാഭൻ്റെ ഗൗരി എന്ന കഥ മെയിനായിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളും പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് 2 മാർക്ക് കൊണ്ട് ചോദിക്കുക കേട്ടോ. ഈ ലേഖനത്തിൽ പിന്നെ സൂചിപ്പിക്കുന്ന പത്മനാഭൻ്റെ കഥകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം ഗൗരി എന്ന് പറയുന്ന കഥയിലുള്ള ആ ഒരു ദർശനത്തെ കുമാരനാശാനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ ലേഖകൻ, പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്ന് പറയുന്ന ലേഖനത്തിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്